ചേച്ചി സുഖാണോടാ? പിന്നെ ഹായ് റിയാൻ കുട്ടാ. ഹായ് മധു സാർ. 100 ഒക്കെ മേടിച്ചിട്ട് എങ്ങനെ തോന്നുന്നു? അതെ, കഴിഞ്ഞ എപ്പിസോഡില് അതെ, നല്ല ഫീലില് പാടിയ പോലെ ഉണ്ട്. എനിക്ക് ഇപ്പോഴും കേക്കാം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. ഈ എപ്പിസോഡില് ഞാൻ ശ്രമിക്കട്ടെ ഫീലില് പാടാൻ. പിന്നെ എന്തായാലും ഫീല് തന്നെ പാടണം. മാജിക്കൽ മെലഡീസ് അല്ലേ അപ്പൊ? അതെ അതെ അതെ, ഇന്നിവിടെ മാജിക് നടക്കുമോ നോക്കാം. അതെ, ഓ പാൽപായസം കൊണ്ടുവന്നു ചോദിക്കറിയാ അങ്ങോട്ടാ. പാൽപ്പായസം അവന് വലിയ പ്രതീക്ഷയില്ലാന്ന് തോന്നുന്നു. ചോദിക്കണില്ല. പാൽപ്പായസം ഇഷ്ടാണോ? പായസം പാൽപ്പായസം അല്ല, ഏതെങ്കിലും ഒരു പായസം കൊണ്ടുവന്നോ മതി. ആണല്ലേ? റിയാൻകുട്ടാ, ആ ഞാൻ 2 കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഒന്ന് പൊറോട്ടയും പൊറോട്ടയും ചിക്കനും. ചിക്കനും. ആ അത് അടുത്ത ഒരു പാട്ടിന്റെ പെർഫോമൻസിൽ അങ്കിൾ തരുന്നതാണ്. ആ ഓക്കെ. ആ. പിന്നെ അടുത്ത പെർഫോമൻസിൽ അമ്പലപ്പുഴയിൽ നിന്ന് ഉണ്ണിക്കണ്ണന്റെ പാൽപായസം അങ്കിൾ ഇവിടെ എത്തിക്കും. അല്ലെങ്കിൽ സാറേ ആ. ഒരു കാര്യം ചെയ്യും, ഇത് രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്നും മതി. അങ്ങനെ എന്നാലെങ്കിലും താന്. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഇല്ല, അത് പറ്റൂല. അങ്കിളിന് പ്രോമിസ്, അത് റിയാൻകുട്ടന് തന്ന പ്രോമിസ് ആണ്, അത് കൃത്യമായിരിക്കണം. അങ്കിൾ അത് ചെയ്തേ പറ്റൂ. അതും 2 സാധനം കണ്ടോ? ഇതില് രണ്ടില് ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞില്ല, ഏതാ വേണ്ട മെയിൻ ആയിട്ട്? പൊറോട്ടയും ചിക്കനും എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ പാൽപ്പായസം അനിയത്തിക്ക് കൊടുക്കും, പൊറോട്ടയും ചിക്കൻ കറി ഞാൻ ഞാൻ കഴിക്കും. കഴിക്കും. അവന് പാൽപായസം വലിയ താല്പര്യമില്ല, അതാണ് നിർബന്ധം പിടിക്കാത്തത്. പൊറോട്ടയും ചിക്കനും മതി. അത് കുഴപ്പമില്ല, കുറച്ച് കഴിച്ചാൽ മതി. അവിടെ അമ്പലത്തിൽ നിന്നല്ലേ, അപ്പൊ അത് കുറച്ച് അത് കഴിച്ചാൽ മതി. പ്രസാദമായിട്ട്. കഴിക്കാം. ആ. പ്രസാദമായിട്ട് കഴിച്ചാൽ മതി. ആ ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്രസാദം ഏതാണ്? സംഗീതത്തിന്റെ ഇന്ന് ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്ന് പറയുന്ന പാട്ടാ പാടാം. ആഹാ, ബ്യൂട്ടിഫുൾ സോങ്. ഉഗ്രം പാട്ട്. രവീന്ദ്ര മാഷിന്റെ പാട്ടല്ലേ? അതെ അതെ അതെ. പിന്നെ മധുസാറ് പറഞ്ഞത് ഞാൻ ഒരു ദിവസം ശ്രദ്ധിച്ചായിരുന്നു, എന്തായിരുന്നു? കേട്ടതാണേ. പ്രമദവനം വീണ്ടും ഇരുഹൃദയം സെയിം ട്യൂണിലാണെന്ന്. സെയിം ട്യൂണല്ല, ഏകദേശം. ഏകദേശം ഒരു റൂട്ട്. റൂട്ട് അതാണ്. Route same ആ. അതെ. ഈ പിന്നെയുണ്ട് വാർമുകിലെ. ഈ ചലനാട്ട അല്ലെങ്കിൽ ജോഗ് എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി ഇക്വലന്റിലുള്ള ഏകദേശമുള്ള ചലനാട്ട പോലെ അല്ല ജോഗ്. പക്ഷെ ഈ 2 രാഗങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള രവീന്ദ്ര മാസ്റ്ററുടെ ഒത്തിരി പാട്ടുകളുണ്ട്. ഓ അതിൽ 1-2 മധു ഇവിടെ പാടിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? നമ്മുടെ റിയാൻകുട്ടൻ പാടി കഴിഞ്ഞിട്ട്. അത് മതി. എല്ലാവർക്കും ഒരുമിച്ച് പാടാം അല്ലേ? എനിക്ക് അറിയോന്ന് അറിഞ്ഞൂടാ. അറിയാം, എനിക്കറിയാന്ന്. ആണോ? അത്ര പരിചയമുള്ള പാട്ടാണോ? ആയിരിക്കും. എന്നാ പിന്നെ നോക്കാം. പിന്നെ രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ പാടാനായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉടനെ ഓടിയെത്തുന്നത് നേരെ തൃപ്പൂണിത്തുറയിലേക്ക്. അവിടെ ഒരു മധുബാലകൃഷ്ണൻ ഉണ്ട്. മധുബാലകൃഷ്ണനാണ്. വല്ല ആവശ്യമുണ്ടോ? ഈ പാട്ടുകളൊക്കെ ഗംഭീരമായിട്ട് എത്ര ഗാനമേളയ്ക്ക് പാടിയിട്ട് എല്ലാവരും അങ്ങോട്ട് തന്നെ ഓടിപ്പോളൂ. പാട്ട് കേൾക്കാം അല്ലേ നമുക്ക്? അപ്പൊ നമ്മുടെ റിയാൻകുട്ടൻ പാടാൻ പോവാണ്. പ്രേക്ഷകർ എല്ലാരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ റിയാന് വോട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. All the best. ഓൾ ദി ബെസ്റ്റ് Thank you, റിയാൻകുട്ടാ.
ഇഷ്ടവസന്തത്തടങ്ങളിൽ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ താങ്ക് യു താങ്ക് യു. അപ്പൊ റിയാൻ കുട്ടാ, എന്തോ സാർ? ഇന്ന് റിയാൻ കുട്ടൻ കരസ്ഥമാക്കിയിരിക്കുന്ന മാർക്ക് ആ 98 out of 100. താങ്ക് യു സാർ. റിയാൻകുട്ട, എന്തോ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പോവാം. പോവാം. ചാച്ച പറഞ്ഞു. ടാറ്റ. Bye bye. ഗുഡ് നൈറ്റ്. Good night. ബൈ. ഗുഡ് നൈറ്റ്.